ഒരു സമുദായ സമൂഹത്തിലൊരു ഫസ്റ്റ് മൂവിക്ക് നല്ലൊരു ബാനർ കിട്ടണമെന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. ഇതിനെ നോക്കുമ്പോൾ ഈ ഫോർ എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്, സി സ്റ്റുഡിയോസ് ഉണ്ട്, ഇത്രയും വലിയ ബ്രാൻഡുകൾ ഫസ്റ്റ് മൂവീസ് എങ്ങനെയാണ് അവിടെ കൺവിൻസ് ചെയ്തത്? അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണ്. കാരണം നമ്മുടെ എനിക്ക് കഥ തന്നെയായിരിക്കും, അത് തന്നെയാണ് സ്ക്രിപ്റ്റ് തന്നെയാണ് എന്റെ പറയാം. നല്ലൊരു കഥ മനസ്സിലാകുന്നതല്ല, സ്ക്രിപ്റ്റ് കൊണ്ട് തന്നെയാണ്. ആണെങ്കിലും സ്പോണ്ടേനിയസ് ആയിട്ട് കോമഡി പറയാൻ കഴിവുള്ള ഒരാളാണ്. ഇതിൽ എത്രത്തോളം ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ട് കോമഡി ആണെങ്കിൽ അങ്ങനത്തെ കോമഡി പടമല്ല, ഇതൊരു ആൾക്കാരുടെ സിറ്റുവേഷൻ ആണ് കോമഡി ആയിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നത്. എന്റെ പ്രശ്നങ്ങൾ എന്റെയാണ്, ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും എന്ന് പറയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ കിടന്നു പോകുന്ന ആൾക്കാരാണ്. അങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു കോമഡി സിനിമ ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്, കുറച്ച് കോമഡി സീക്വൻസുകൾ ഉണ്ട് എന്നല്ലാതെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു എന്റർടൈൻമെന്റ് സിനിമയാണ്, കോമഡി സിനിമയല്ല. മൾട്ടിപ്പിൾ കല്യാണം കഴിക്കുന്നതാണ്. ക്യാരക്ടർ ചെയ്യുമ്പോൾ ലൈഫിൽ നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരാളെ കണ്ടിട്ടുണ്ടായിരിക്കും, കോളേജിലാണെങ്കിലും. ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ റെഫറൻസുകൾ ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ഇഷ്ടംപോലെ വാർത്തകൾ വരാറുണ്ടല്ലോ, കല്യാണ തട്ടിപ്പ് നടത്തുന്ന പുരുഷന്മാരെ പറ്റിയും സ്ത്രീകളെ പറ്റിയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെയാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് മറ്റേ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനെ പറ്റിച്ചൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയിലൊക്കെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ യൂണിറ്റിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് ഇതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് അതൊരു റെഫറൻസ് ആയിരുന്നു. അതൊരു വാർത്ത വന്നപ്പോൾ അത് നമുക്കൊരു റെഫറൻസ് ആയിരുന്നു. അവര് ചെയ്തിരുന്ന കാര്യങ്ങളും അങ്ങനെ ഇവര് യൂഷ്വലായിട്ട് ഇവർക്കെല്ലാം ഒരു പാറ്റേൺ ഉണ്ടാവും. ആ പാറ്റേൺ ആണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തത്. നമ്മൾ റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ പറ്റിച്ചു പോകുന്നവരെയും കല്യാണം കഴിച്ച് പറ്റിച്ചു പോകുന്നവരെയും കണ്ടിട്ടില്ല. റിലേഷൻഷിപ്പിൽ ഇപ്പം നമുക്കത് പറ്റിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പെണ്ണ് കേസ് പേരിൽ തന്നെ ഒരു കേസ് ഉണ്ട്. പൊതുവെ ഇപ്പം സ്ത്രീകൾ അല്ലെ സ്ത്രീകളെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു എന്ന് പറഞ്ഞ് കുറെ സംഘടനകൾക്ക് സിനിമയായി കഴിയുമ്പോൾ വരാറുണ്ട്. പക്ഷേ എല്ലാ പടങ്ങളും വരാറില്ല, കുറച്ച് പടങ്ങൾക്ക് മാത്രമേ വരാറുള്ളൂ. ഇതിൽ പറയുമ്പോൾ പേരിൽ തന്നെ പെണ്ണ് കേസ്, പിന്നെ അല്ലെങ്കിൽ പത്രത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേരിടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പടം ഇറങ്ങി കഴിഞ്ഞിട്ട് എന്തുവന്നാലും നേരിടാൻ തയ്യാറാണ്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയില്ലേ, ഇത് നമ്മളൊരു സമൂഹത്തിന് ഒരു ഉപദേശം കൊടുക്കുക അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സിനിമയായിട്ടല്ല നമ്മൾ ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് സിനിമയാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും എടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അതിപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസിൽ ഉണ്ടാവരുത് എന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അതിനൊക്കെ റെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ ഒരു മെസ്സേജ് കൊടുക്കണം എന്നുള്ള ഉദ്ദേശവും അങ്ങനെയില്ല. ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ആയിട്ട് സാധാരണ ജനറലി ആ സ്കാം നടത്തുന്ന ഒരാളെ ഒന്ന് ന്യായീകരിക്കാറുണ്ട്. റോബിൻ ഹുഡിലൊക്കെ അങ്ങനെ ഉണ്ടാവും. അയാൾക്ക് ന്യായീകരിക്കാവുന്ന ഒരു കാരണം ഇൻവെസ്റ്റിഗേറ്റർ അയാളുടെ പേഴ്സണലിലേക്ക് അത് കണ്ടുപിടിക്കുന്ന ഒരു രീതിയുണ്ട്. ഇങ്ങനത്തെ അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആണോ അതോ കംപ്ലീറ്റ്ലി ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് കാറ്റഗോറി ഗെയിമാണോ? ഇതൊരു കാറ്റഗോറി ഗെയിം പോലെ നമുക്ക് പറയാൻ പറ്റില്ല. ഉത്തരം പറയാൻ പറ്റിയ സിനിമയായിരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ട്രാക്ക് ഉണ്ട് ഈ പടത്തിൽ. അപ്പോ അതിലൂടെയാണ് ഇതിന്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെന്തായാലും ഉണ്ട് ഇതിനകത്ത്. ഈ പറഞ്ഞ പോലെ വേറൊരു പെർസ്പെക്റ്റീവ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഈ പോലീസ് യൂണിഫോം എന്ന് പറയുമ്പോൾ തന്നെ ആ ബോഡി ലാംഗ്വേജ് ഭയങ്കര ലിമിറ്റഡ് ആണല്ലോ. ആ യൂണിഫോമിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാറുള്ളത്. പാർട്ടിയിൽ നിന്ന് ഹ്യൂമർ ചെയ്യുക എന്ന് പറയുന്നത് പാടാണ്. അല്ല, ഞാനിതൊരു പടം കണ്ടിട്ടില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് പടം കാണാൻ വേണ്ടി. അപ്പൊ ഇതെങ്ങനെ വന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഞാൻ എന്റെ പോർഷൻ മാത്രം ഡബയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു മീറ്റർ ആണ് ഇതിനകത്ത് എനിക്ക് കൊടുക്കാൻ സാധിച്ചത്. അപ്പോ അത് 4 കാലം വീഴുമോ എന്നുള്ളത് ഓഡിയൻസ് ആണ് പറയുന്നത്. എനിക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന
ഇതിലെ ബ്രോയുടെ ഔട്ട്ലുക്കും ആ ഒരു പരിപാടി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു മേക്ക് ഓവർ ആ ഒരു രീതിയിലാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു മീശയാണ്. ആദ്യത്തെ മീശയിൽ കണ്ട് ശ്രദ്ധ പോയിരുന്നു. അപ്പോൾ എത്രത്തോളം ഇങ്ങനെ വെറൈറ്റി കൊണ്ടുവരാനെ കൊണ്ട് ട്രൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ റെഫറൻസ് നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും എടുത്തിട്ടുണ്ട്? ഇല്ല, ഇപ്പൊ പോലീസുകാർക്ക് താടി വയ്ക്കാൻ പറ്റില്ല. അപ്പൊ താടി ഉപയോഗിച്ച് നമ്മൾ ചെയ്ത് കളയണമല്ലോ. പിന്നെ ഇത് ഇയാളതിനകത്ത് CA ആണ്, എന്നെക്കാളും എന്റെ ആക്ച്വൽ ഏജിനേക്കാളും കുറച്ചും കൂടെ ഏജ് കൂടുതലായിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതെങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഫെബിന് ഭയങ്കര നിർബന്ധമായിരുന്നു ഇത് വേണം, ഈ ഒരു ലുക്ക് വേണം എന്നുള്ളത്. അങ്ങനെ കൊടുത്തതാണ്.